EPS Lakeshore ഹോസ്പിറ്റലിലെ കോംപ്രിഹെൻസീവ് ലിവർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡോക്ടർ ഫാദിൽ, ഹീ ഈസ് എ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ, ആൻഡ് ഡോക്ടർ വിഷ്ണു, ഹീ ഈസ് എ ഹെപ്പറ്റോളജിസ്റ്റ്. ഇവർ രണ്ടുപേരും ഉണ്ട്. അവർ രണ്ടുപേരും വെൽക്കം ചെയ്യാം. ഡോക്ടേഴ്സ്, വെൽക്കം ടു ആരോഗ്യം. ഈ ലിവർ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നത് ലിവർ സിറോസിസിനോടാണല്ലോ. ലിവർ സിറോസിസ് ഉള്ളവർക്ക് മാത്രമേ ലിവർ ക്യാൻസർ വരുള്ളൂ. ലിവർ ക്യാൻസർ കൂടുതൽ കണ്ടുവരുന്നത് ലിവർ സിറോസിസ് ഉള്ളവർക്ക്. ഇപ്പോൾ 100 ലിവർ ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 90 പേർക്കും ലിവർ സിറോസിസ് ഉണ്ടാവും. അത് ലിവർ സിറോസിസ് ആണ് ഇതിൻ്റെ മെയിൻ കോസ്. 10% ആൾക്കാർ മാത്രമേ ലിവർ സിറോസിസ് ഇല്ലാതുണ്ടല്ലോ. ഇത് കാരണം ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള അസുഖം, ഫാറ്റി ലിവർ, പിന്നെ ജന്മനായുള്ള കുറച്ച് അസുഖങ്ങളൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളുള്ളത്. പക്ഷേ ഇപ്പോൾ ലിവർ സിറോസിസ് ഉള്ള ഒരാൾ എല്ലാ 6 മന്ത്സും ഒരു ലിവർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് സ്കാൻ ചെയ്യണം. പിന്നെ ഒരു ട്യൂമർ മാർക്കറും ചെയ്യണം. ഈ സ്കാൻ ചെയ്യുന്ന മെയിൻ ഉദ്ദേശം ലിവർ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനാണ്. ഏർലി സ്റ്റേജ് ഡിറ്റക്ട് ചെയ്താൽ ഏത് ക്യാൻസർ പോലെ ഇതും ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സ്ക്രീനിങ്. അതിന് സ്ക്രീനിങ് ആണ് 6 മന്ത്ലി സ്ക്രീനിങ്. ഏകദേശം എല്ലാ കൺട്രിയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത് ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല സർക്കാർ ലെവലത്തിൽ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് തന്നെയാണ് കാരണം. അപ്പം ലിവർ അസുഖമുള്ളവർ, ഒരു മൂർജിച്ച ഫാറ്റി ലിവർ ഉള്ളവരും, ഫാറ്റ് ലിവർ 3rd സ്റ്റേജ് കഴിഞ്ഞ ഒരാളും ഒരു ഫൈബ്രോസിലേക്ക് പോയ ഒരാളും ഇതുപോലെ 6 മന്ത്ലി സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നോൺ ആൽക്കോളിക് ഫാറ്റി ലിവറിലെ ക്യാൻസർ പൊതുവെ പറയപ്പെടുന്ന കുറച്ച് അഗ്രസീവ് ട്യൂമേഴ്സ് ആയിരിക്കും. പെട്ടെന്നൊരു ബാക്കി ശരീരത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പകരാൻ ചാൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്താൽ നമുക്കിത് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് തന്നെ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പാലിയേറ്റീവ് ഓപ്ഷൻസിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. ഈ ലിവർ സിറോസിസ് എല്ലാം ലിവർ ക്യാൻസർ ആവുമോ? ലിവർ സിറോസിസ് എല്ലാവർക്കും ലിവർ ക്യാൻസർ വരില്ല. പക്ഷേ ലിവർ ക്യാൻസർ കൂടുതൽ വരുന്നത് ലിവർ സിറോസിലാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് ആർക്കാ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രീനിങ് പറയുന്നത്. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റിൽ ഒരു ഗുണം വെച്ചാൽ ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ലിവർ ക്യാൻസർ എന്ന് പറയുന്നത് ലിവർ ക്യാൻസർ അത്ര സീരിയസ് ക്യാൻസർ അല്ല. ബാക്കി നമ്മൾ പാൻക്രിയാസ് ഒക്കെ പറയുന്ന പോലെ ബാക്കി ലിവർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ ബാക്കി ലിവറിന് കുഴപ്പം വരുമ്പോഴാണ് നമുക്ക് കൂടുതലും കുഴപ്പമുണ്ടാവും, പ്രശ്നങ്ങൾ. അപ്പോൾ ഈ സിറോസിസ് ഉള്ള പേഷ്യൻ്റ് സാധാരണ ലിവർ ക്യാൻസർ ആയിട്ട് വരുമ്പോൾ ഈ ബാക്കിയുള്ള കുഴപ്പങ്ങളോട് കൂടിയാ വരിക. നമ്മളത് മാത്രം എടുത്ത് കളഞ്ഞാലും ബാക്കി ലിവറിൽ പ്രശ്നമുണ്ട്, അവിടെയും വീണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ പറഞ്ഞ പോലെ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്, എപ്പോഴും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് അതിന് പല പല ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ CT നോക്കും, പേഷ്യൻ്റെ കാര്യങ്ങൾ നോക്കും, ക്യാൻസറിൻ്റെ കാര്യങ്ങൾ നോക്കും, CT നോക്കും, എല്ലാം കൂടെ ഒത്തുവെച്ച് നോക്കിയിട്ട് അതിന് പേഷ്യൻ്റ് ഏതാണ് ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ് എന്ന് വെച്ചാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ആണ് ക്യൂറേറ്റീവ് ഓപ്ഷൻ. ഓക്കെ. ഈ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ, ലിവർ സിറോസിസ് ഉള്ള ഒരാൾക്ക് അയാൾക്ക് ക്യാൻസർ ആവുന്നതിന് മുമ്പേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ അല്ലേ? അങ്ങനെയല്ല, ട്രാൻസ്പ്ലാന്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. ട്രാൻസ്പ്ലാന്റിന് അതിൻ്റെതായ ഇൻഡിക്കേഷൻ ഉണ്ട്. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ കൂടെ വരാണ്ടിരിക്കും. അതായത് വെറുതെ നടക്കുന്ന നല്ല പേഷ്യൻറ്റിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യമുള്ളവർക്ക് മാത്രമേ ട്രാൻസ്പ്ലാന്റ് പറയുള്ളൂ. അപ്പോൾ അത് ഒരു ബെനിഫിറ്റ് റിസ്ക് റേഷ്യോ നോക്കും നമ്മൾ. അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ റിസ്ക് വരാം, ട്രാൻസ്പ്ലാന്റ് ഇല്ലാണ്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ റിസ്കിനൊക്കെ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടണം. അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് നമ്മൾ. അതായത് 90% ആണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പ്ലാന്റ് സക്സസ് റേറ്റ്. അപ്പോൾ അതിനകത്ത് ഒരു 10% എപ്പോഴും റിസ്ക് ഉണ്ട്. അപ്പോൾ 10% ആ റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് 95% ജീവിക്കാൻ സാധ്യതയുള്ളൊരു പേഷ്യൻറ്റ് നമ്മൾ കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പല പേഷ്യൻറ്റും പല സ്ഥലത്തും ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ചില സമയത്ത് ആവശ്യം വരില്ല. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഈ ആൽക്കഹോൾ ആണല്ലോ ഇതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് നമ്മൾ പറയാം. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നോൺ ആൽക്കഹോളിക് ലിവർ, അതായത് ഇതൊരു പഴയ വേർഡാണ്. അതായത് നമ്മൾ പണ്ട് ഇതിനെ നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് നാഷ് എന്നൊക്കെ വിളിച്ചിരുന്നു. അത് നമ്മൾ ആ പേര് ഇപ്പോൾ മാറി. അപ്പോൾ അതിന് പല പല ആൽക്കഹോൾ അല്ലാത്ത കാരണങ്ങൾ പലതുണ്ട്. അപ്പോൾ ഒന്നത് വൈറസ് കൊണ്ട് വരാം, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഈ വൈറസ് കാരണമൊക്കെ വരാം. അത് ഹെപ്പറ്റൈറ്റിസ് ബി ഒരു 10-20 വർഷം ഉണ്ടെങ്കിൽ അത് സിറോസിസ് ആയിട്ട് മാറാം. ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടെങ്കിലും വരാം. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒബിസിറ്റി, നമ്മുടെ വെയിറ്റ്, ലിവറിൽ ഫാറ്റ് കൂടി വരിക. അതായിരുന്നു നമ്മൾ പണ്ട് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി, എൻ്റെ പേര് MASLD എന്നായി, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. അതായത് അതെല്ലാം ഒരു രോഗമാണ്. നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ ഷുഗറിന് വരുന്നതിന് മുമ്പത്തെ പ്രീ ഡയബറ്റിസ്. അപ്പോൾ പ്രീ ഡയബറ്റിസ് ആയി, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, ശരീരഭാരം കൂടുതലുള്ള അവസ്ഥ, കൊളസ്ട്രോൾ, BP, ഇതെല്ലാം റിസ്ക് ഫാക്ടറാണ്. ഇതും ഫാറ്റി ലിവർ എന്ന് പറയുന്നതൊക്കെ ഒറ്റ രോഗമാണ്. അത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് അതിൻ്റെ ലിവറിൻ്റെ അകത്ത് ആദ്യം കൊഴുപ്പ് കൂടും, പിന്നീട് ലിവറിൻ്റെ കട്ടി കൂടും. നോർമൽ ലിവർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നമ്മുടെ ഇയർലോ പോലെ തൊടുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. അത് കട്ടി കൂടി ഇത്രയും എല്ല് പോലെ ഹാർഡാവും, ചെറുതാവും. അപ്പോൾ സാർക്ക് സിറോസിസിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എടുക്കുന്ന ലിവറിന് ചെറിയ ഹാർഡ് ലിവറാണ്, ഫംഗ്ഷൻ ചെയ്യാത്ത ലിവറാണ്. ആ ഒരു സാധനം തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് പോകില്ല. അപ്പോൾ
ഇങ്ങനെ പല പല റീസൺസ് ഉണ്ട്. വൈറസ് ആവാം, ഇതാവാം, അല്ലെങ്കിൽ നമ്മൾ കണ്ട പോലെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അതായത് നമ്മുടെ തന്നെ ബോഡിയിലെ പ്രതിരോധ ശേഷി ഉണ്ടല്ലോ അത് കൂടുക, ഇമ്മ്യൂണിറ്റി കൂടി നമ്മുടെ ലിവറിനെ അഫക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കണ്ടീഷൻസ് വരാം. അപ്പോൾ അതിനങ്ങനെ പല പല റീസൺസ് ഉണ്ട്. ആൽക്കഹോൾ നമ്മൾ പൊതുവേ പറയുന്നേ ഉള്ളൂ, അതിന് പല പല റീസൺസ് ഉണ്ട്, നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. പിന്നെ ജനറ്റിക് ഡിസീസസ് ഉണ്ട്. അപ്പം വൺസ് ഈ ലിവർ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് പിന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഒരു പരിധി വരെ. ഇത് പണ്ടത്തെ ഇതായിരുന്നു സിറോസിസ്, ഒട്ടും റിവേഴ്സിബിൾ അല്ല എന്നുള്ളത്. ഇപ്പോൾ ഏർലി സ്റ്റേജിൽ ഇപ്പോൾ സിറോസിസ് കുറച്ചൊക്കെ നേരെയാവും, പുതിയ മരുന്നുകളൊക്കെ വരുന്നുണ്ട്. ഫാറ്റി ലിവർ കാരണം കട്ടിയായ ലിവർ തിരിച്ചു വരും, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വന്നു. നമ്മളൊക്കെ MBBS പഠിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള ഇഞ്ചക്ഷനുകളായിരുന്നു. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി 3 മാസം അല്ലെങ്കിൽ 6 മാസം മരുന്ന് വെച്ചാൽ ക്യൂർ ആവും. അപ്പോൾ അത് കാരണമാണ് സിറോസിസ് വന്നെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഡിലേ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മരുന്നുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അല്ലാണ്ട് ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ അത് ലിവർ കട്ടിയായി, ലിവറിൻ്റെ പ്രഷർ കൂടി, അങ്ങനെയുള്ള സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചു വരാനുള്ള ചാൻസസ് കുറവാണ്. ഈ ഫാറ്റി ലിവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ലിവറിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ള അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. നമ്മൾ അതുകൊണ്ടാണ് ഈ ലിവറിനെ സൈലന്റ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. ഇഫ് യു ഗൂഗിൾ ഇറ്റ് കുറേ ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസ് കാണും. അതൊക്കെ റോങ് ഇൻഫർമേഷൻസാണ്. ഫാറ്റി ലിവറിന് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു സിംറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിളായിട്ട് 2-3 ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒന്ന് നമ്മളിപ്പോൾ LFT ചെയ്യുമല്ലോ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചെയ്യും. അതിനകത്ത് ഈ ALT എന്ന് പറഞ്ഞ സാധനം ചെറുതായിട്ട് കൂടിയിട്ടുണ്ടാവും. ആൾക്കാർ ചെറിയ ഇതല്ലേ ALT, അതായത് SGPT അല്ലെങ്കിൽ ALT എന്ന് പറയും. അപ്പോൾ അത് ആൾക്കാർ ഇഗ്നോർ ചെയ്യും. അതൊരു സാധനം സാധാരണ ചെറുതായിട്ടല്ലേ കൂടുള്ളൂ. അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ സൈൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഫാറ്റ് ലിവറിൻ്റെ ഒരു ഇതാവാം, ലക്ഷണമാവാം. വേറൊന്ന് അൾട്രാസൗണ്ട്, ഈസി ആയിട്ടുള്ള സാധനമാണ്. വെറുതെ നമ്മളൊരു സ്കാൻ, വയറിൻ്റെ ഒരു ചെറിയൊരു അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് വേണമെങ്കിൽ ഇപ്പോൾ ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, ലിവർ എത്ര കട്ടിയാന്ന് നോക്കുന്ന ടെസ്റ്റ് ആയിരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഫാറ്റ് അറിയാൻ പറ്റും. അതിനൊരു നമ്പർ തരും. അപ്പോൾ ആ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നമ്പർ ഇത്രയാണ്. ആ നമ്പർ നമ്മൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ 300 അടുത്ത വർഷം നമ്മളത് 280 ആക്കും, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമ്മളത് 280 ആക്കും. അങ്ങനെ ഒരു നമ്പറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല പല ടെസ്റ്റുകളുണ്ട്. നമ്മൾ ഈ ചെറിയ ചെറിയ ടെസ്റ്റുകൾ ഇഗ്നോർ ചെയ്യാണ്ടിരിക്കുക. അത് പലർക്കും അറിയില്ല. ഇപ്പോൾ സിറോസിസ് വന്നാൽ പോലും നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ടോ, LFT, അത് ചിലപ്പോൾ നോർമൽ ആയിരിക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫംഗ്ഷൻ അല്ല, സത്യം പറഞ്ഞാൽ അത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെറിയൊരു ആൽബുമിൻ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ അതിന് വലിയ വലിയ അർത്ഥങ്ങളുണ്ടാവും. ശരിക്കും ലിവർ സിറോസിസ് കൃത്യമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ സ്കാൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വായിക്കണം. പേഷ്യൻ്റെ ഹിസ്റ്ററി പറഞ്ഞ പോലെ ഈ ടെസ്റ്റ്, LFT, അൾട്രാസൗണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് നോക്കിയിട്ടാണ് നമ്മൾ സിറോസിസ് ഉണ്ടോ ഇല്ലോ എന്ന് പറയും. അൾട്രാസൗണ്ട് ചെയ്താൽ ഒരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായിരിക്കാം, സ്റ്റിൽ പേഷ്യൻറ്റിന് ലിവർ സിറോസിസ് ഉണ്ടാവും. അത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ടെസ്റ്റിലെല്ലാം നോർമലായിരിക്കും. ഒരു ഡോണറിൻ്റെ ലിവർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയ ആളെന്ന് വിചാരിക്കും നമ്മൾ ടെസ്റ്റ് കണ്ടാൽ. പക്ഷെ നോക്കുമ്പോഴുണ്ടാവും, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴുണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് ലിവർ സിറോസിസ് ആയിരിക്കും. ലിവർ സിറോസിസിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഒരു ഹെൽത്തി ലിവർ ആയിരിക്കാം, എല്ലാവർക്കും ഉണ്ടാവും. ജനിക്കുമ്പോൾ ഹെൽത്തി ലിവർ കിട്ടും. അപ്പോൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ ജന്മനായുള്ള അസുഖങ്ങൾ കൊണ്ടോ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടോ അതിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഒരു കോമൺ ടെർമിനോളജി ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ എന്ന് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവറിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് കൂടിപ്പോവും. ഗ്രേഡ് കൂടിപ്പോയിട്ട് അത് ഫൈബ്രോസിസ് ഉള്ള സ്റ്റേജിലാണ്. ഫൈബ്രോസിസ് നമുക്ക് മലയാളത്തിൽ പറയണമെങ്കിൽ ലിവറിലെ സ്കാറിങ്, കല വരും. അത് അപ്പോൾ ലിവറിൽ നിന്ന് കട്ടിയാവും. അപ്പോഴും ലിവർ ട്രൈ ചെയ്യും, റിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്യും. അങ്ങനെ റിപ്പയർ ചെയ്യാൻ ട്രൈ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, മരുന്നുകളോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലോ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതാണ് സിറോസിസ്. അത് ലിവർ റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് അത് കുമിളകളായിട്ട് മാറും. അങ്ങനെ ആ സ്റ്റേജിനെ സിറോസിസ് എന്ന് പറയാം. സിറോസിസ് എന്നുള്ള സ്റ്റേജിൽ എസ്റ്റാബ്ലിഷ് സിറോസിൽ എത്തിക്കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ അത് റിവേഴ്സ് ചെയ്യാനുള്ള മരുന്നുകളൊന്നുമില്ല. റിസർച്ച് നടക്കുന്നുണ്ട്. പല മരുന്നുകളും ഒരു 10 വർഷത്തിനുള്ളിൽ മാർക്കറ്റിലേക്ക് വന്നേക്കാം, റിവേഴ്സ് ചെയ്യാനുള്ളത് വന്നേക്കാം. പക്ഷേ അറ്റ് പ്രസൻറ്റ് അതിന് ഒന്നുമില്ല. അങ്ങനെ ഇത് വീണ്ടും സിറോസിലെ ലിവറും വീണ്ടും റിപ്പയർ ചെയ്യാൻ നോക്കും. നേരത്തെ പറഞ്ഞാൽ റീജനറേറ്റ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് ലിവറിന്. റീജനറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്യുന്ന അവസ്ഥയിലാണ് അമിതമായിട്ട് ലിവറിന് വളർച്ച വരും ഒരു സ്ഥലത്ത്. അത് ക്യാൻസറായിട്ട് മാറും. അപ്പോഴാണ് ലിവർ സിറോസിൽ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണെന്ന് പറയാൻ കാരണം. അൺകൺട്രോൾഡ് ഗ്രോത്ത്, അതിന് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ടിഷ്യൂസിന് അൺകൺട്രോൾ ഗ്രോത്ത് ആയിട്ട് ക്യാൻസറായ ശേഷം അതിന് നമ്മൾ സാധാരണ വാക്ക് ഉപയോഗിക്കുന്ന ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്നാണ്. അതാണ് ലിവർ ക്യാൻസർ എന്നറിയപ്പെടുന്നത്. അത് വരാൻ ചാൻസ് കൂടും. അപ്പോൾ ഇതിന് 6 മന്ത്ലി സ്കാൻ ചെയ്യുക, 6 മന്ത്ലി ആൽഫ ഫീറ്റോ പ്രോട്ടീൻ അഥവാ AFP എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഇത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഉള്ളൂ. അതിനും സിംറ്റംസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ക്യാൻസറിൻ്റെ സിംറ്റം ഉണ്ടാവില്ല. ഫൈനൽ സ്റ്റേജിൽ നമുക്ക് സിംറ്റമായിട്ട് വരുള്ളൂ. പിന്നെ ലിവർ സിറോസിസിനെ തന്നെ നമുക്ക് 2 സ്റ്റേജായിരിക്കും. എല്ലാ ലിവർ സിറോസിലുള്ള ആൾക്കും ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ല. ലിവർ സിറോസിസ് ഡീകമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് അല്ലേ, അത് ലിവറിന് നമ്മുടെ ദൈനംദിന ഫങ്ഷൻസ്, ധർമ്മങ്ങൾ, ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോഴേ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുള്ളൂ.
ഒരു കോമ്പൻസേറ്ററി സ്റ്റേജിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്ന ലിവർ ക്യാൻസർ വരുമ്പോഴാണ്. അതും ചെറിയ ലിവർ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ അബ്ലേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്, അത് കരിച്ചുകളെന്ന് മലയാളത്തിൽ പറയും. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. അത് ആ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഫലിക്കാത്ത ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പറയും. പക്ഷേ ലിവർ ക്യാൻസറിൻ്റെ ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ദ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അസുഖം പൂർണ്ണമായി മാറാനുള്ള ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ അത് ശരിയായ ഇൻഡിക്കേഷനിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ അണ്ടറിൽ വരുന്ന ട്യൂമർ ആണെങ്കിൽ, അതായത് 3 സെൻറ്റിമീറ്റർ താഴെയുള്ള ട്യൂമറാണ് ഉണ്ടെങ്കിൽ, ഒരു ട്യൂമറൊക്കെ ആണെങ്കിൽ അത് ലിവർ ട്രാൻസ്പ്ലാന്റ് കംപ്ലീറ്റ്ലി ക്യൂർ ആവും. തിരിച്ചു വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 0% ആണ്. പിന്നെ അതിനുള്ള മരുന്നുകൾ നമ്മൾ ഇമ്മ്യൂണോ സപ്രഷൻ, റിജക്ഷനുള്ള മരുന്നുകളൊക്കെ ഒരു പർട്ടിക്കുലർ ലെവലിൽ കീപ്പ് ചെയ്യും. ഒരു സ്പെഷ്യൽ മരുന്നുണ്ട്, ആ മരുന്ന് എവറോലിമസ് എന്ന് പറയും. അത് ചിലപ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ ആഡ് ചെയ്യും. അത് തിരിച്ച് ക്യാൻസർ തിരിച്ച് വരാതിരിക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഈ 6 മന്ത്ലി സ്കാനാണ്. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ മുകളിലുള്ള ട്യൂമർ ആണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത ട്രാൻസ്പ്ലാന്റ് ചെയ്താലും കൂടുതലായിരിക്കും. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻ്റെ മരുന്നുകൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് വെക്കുകയാണ്. നമുക്ക് വേണ്ടത് ലിവറിന് ഒരു ക്യാൻസറിനെ തടയാൻ വേണ്ടത് നല്ല ഇമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടത്. പക്ഷേ ഇമ്മ്യൂണിറ്റി നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ റിജക്ട് ചെയ്ത് പോകും, പുതിയ വെച്ചാൽ ലിവർ റിജക്ട് ചെയ്ത് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഇമ്മ്യൂണോ സപ്രഷനാണ് വേണ്ടത്. അത് ക്യാൻസർ വളരാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ക്യാൻസർ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രോഗിയുടെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ക്യാൻസർ തിരിച്ചു വേണ്ട സാധ്യത കൂടും. അപ്പോൾ ഒരു നല്ലൊരു ലിവർ ഡിപ്പാർട്ട്മെൻറ്റിനോട് ലിവർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് രോഗി കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം. നല്ല ഡോക്ടറെ തന്നെ കണ്ടിട്ട് അതിൻ്റെ കറക്റ്റ് 6 മന്ത്ലി ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിവർ സിറോസിസ് രോഗിയെ സംബന്ധിച്ചോളം. മനസ്സിലായി. ലിവർ സിറോസിസിന് ട്രീറ്റ്മെൻറ്റ് അത് കൺട്രോൾ ചെയ്ത് പോവാം, മരുന്ന് കഴിക്കുക, ഇതൊക്കെ തന്നെയാണല്ലോ. പക്ഷേ ലിവർ സിറോസിസ് സർജറി ഇല്ലാതെ മാറ്റാം, ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടിപ്സ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണുമല്ലോ. അപ്പോൾ അത് എന്താ പ്രോസസ്സ്, അതെന്താ പ്രൊസീജിയർ, അങ്ങനെ ഒരു പരിപാടി ഇല്ലേ? ടിപ്സ് കൊണ്ട് ഒരിക്കലും ലിവർ സിറോസിസ് എന്തായാലും മാറില്ല. എന്താണ് നമ്മുടെ സിറോസിസ് നമ്മൾ പറഞ്ഞല്ലോ, സിറോസിസ് എന്ന് വെച്ചാൽ ലിവർ കട്ട് ചെയ്യുകയാണ്. ലിവറിനൊരു 10-500 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ ചെയ്യാണ്ടിരിക്കുമ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ കുറയുന്നു. പക്ഷെ അതിൻ്റെ കൂടെ സിറോസിസിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ വരും, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അതായത് ലിവറിലെ പ്രഷർ കൂടുക. ലിവറിലേക്ക് 1 മിനിറ്റിൽ ഓൾമോസ്റ്റ് 1 ലിറ്റർ ബ്ലഡ് ഒഴുകും എല്ലാ മിനിറ്റും, 1 മിനിറ്റിൽ. അപ്പോൾ അത് സിറോസിസ് ലിവർ ഇങ്ങനെ കട്ടിയായിരിക്കുമ്പോൾ ആ ഫ്ലോ കുറയും. അപ്പോൾ അവിടെ പ്രഷർ കൂടും. നമ്മൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ റോഡ് എടുക്കില്ലേ, വേറെ റോഡ്, ഇപ്പോൾ ബൈപ്പാസ് എടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടപ്പള്ളിയിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടപ്പള്ളി ബൈപ്പാസ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളപ്പൊക്കം മാറില്ല, അത് അവിടെ തന്നെ കിടക്കും. സിറോസിസ് അതുപോലെ തന്നെ കിടക്കുന്നു. അത് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നേരെ വരുന്ന സാധനങ്ങൾ, അതിനകത്തുള്ള എല്ലാ വിഷമുണ്ട്, അത് ക്ലിയർ ചെയ്യുന്ന ആളാണ് ലിവർ. അപ്പോൾ ലിവറിലേക്ക് പോകാണ്ട് ഇത്രയും സാധനം വേറെ വഴി കൂടെ നേരെ പോകുന്നത് ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ എല്ലാം പോവും. അതുകൊണ്ട് തന്നെ അമോണിയ കൂടാനും അതുപോലെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി, അതായത് നമ്മുടെ ബ്രെയിൻ എഫക്റ്റ് ആവാനും ലിവർ കാരണം, അതായത് ഈ ടിപ്സ് ചെയ്തതിന് ശേഷം ഇതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹാർട്ടിലേക്ക് കൂടുതൽ ബ്ലഡ് പോകുന്ന കാരണം ഹാർട്ടിലെ പ്രഷർ കൂടുതലാണെങ്കിൽ അങ്ങനെ സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് ലിവറിൻ്റെ ഫംഗ്ഷൻ ആക്ച്വലി ചീത്തയാവുക ചെയ്യാം. ഈ ടോക്സിൻസ് വരുന്ന കാരണം പതുക്കെ ലിവർ കൂടുതൽ ചീത്തയാവാനാണ് ടിപ്സ് കൊണ്ട് ഇതുവരെ. പക്ഷേ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രഷർ കുറയ്ക്കാൻ. പ്രഷർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും, അതായത് ബ്ലീഡിങ് നമുക്ക് എൻഡോസ്കോപ്പി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ടിപ്സ് ആ സമയത്ത് ലൈഫ് സേവിങ് ആണ്. അപ്പോൾ പേഷ്യൻറ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. പേഷ്യൻറ്റ് ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്ന പേഷ്യൻ്റാണ്. പിന്നെ രണ്ടാമത് നമ്മൾ വെള്ളം, അതായത് നീരിങ്ങനെ ഒരുപാട് അൺകൺട്രോൾഡ് ആയിട്ട് വരുമ്പോഴും നമ്മൾ ടിപ്സ് ചെയ്യും. പക്ഷേ അത് നമ്മൾ കണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് ലിവർ വീണ്ടും ഡിറ്റീരിയേറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ട്രാൻസ്പ്ലാന്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നെറ്റിൽ വെറുതെ സെർച്ച് ചെയ്താൽ നോക്കിയാൽ അറിയാം, ടിപ്സ് ഇസ് എ ബ്രിഡ്ജ് പ്രൊസീജിയർ എന്ന് പറയാം. അതായത് അതൊരു ട്രാൻസ്പ്ലാന്റിലേക്ക് ഒരു പാലം. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ സമയം നീട്ടി തരും ട്രാൻസ്പ്ലാന്റ്. അതാണ് അതിൻ്റെ ഐഡിയ. സെലക്ടഡ് പേഷ്യൻസ്, ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ള പേഷ്യന്റ് സെലക്ഷൻ ആണ് മോസ്റ്റ്. ക്രിട്ടിക്കൽ അല്ല, ബ്ലീഡിങ് അങ്ങനത്തെ എന്തെങ്കിലും ഉള്ള പേഷ്യൻസിന്. അല്ലാത്തവർക്ക് ടിപ്സ് ചെയ്താൽ അവർ മോശം, അവർക്ക് ട്രാൻസ്പ്ലാന്റും പറ്റില്ല, ഒന്നും പറ്റാതെ അവർ ഡെത്തായി പോകുന്നതാണ് പലപ്പോഴും കാണുന്നത്. എല്ലാവരും ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ടിപ്സിന് പോകുന്നത് അത്ര നല്ല കാര്യമല്ല. സെലക്റ്റഡ് പേഷ്യൻസിന് ടൈം ബൈയിങ് പ്രൊസീജിയർ പോപ്പുലേഷൻ ആക്ച്വലി സിറോട്ടിക് പോപ്പുലേഷൻസ് വളരെ ആക്ച്വലി കുറവാണ്. ആക്ച്വലി ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ലിവറിൻ്റെ ഒരു സ്കോർ ഉണ്ട്, മെയിൽ സ്കോർ. അത് കൂടുതലാണെങ്കിൽ 18 മുകളിലാണ് ടിപ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ പേഷ്യന്റ് വെരി റെയർ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതേ നമ്മൾ, അതായത് എനിക്ക് വേറെ ഹെൽത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ യൂഷ്വലി ചെയ്യുന്ന എൻ്റെ ബോഡി ചെക്കപ്പുകളിൽ അല്ലെങ്കിൽ യൂഷ്വൽ ബോഡി ചെക്കപ്പുകളിൽ വേറെ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല, ഡയബറ്റീസ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. എൻ്റെ ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്നറിയാൻ ഒരു 30 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 35 വയസ്സ് കഴിഞ്ഞ ആൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, എത്ര കാലയളവിൽ ചെയ്യണം? ഞാൻ പറയുന്ന 2 ടെസ്റ്റ് ചെയ്യാം. ഒന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. അതിൻ്റെ അകത്ത് നോക്കേണ്ട സാധനം എൻസൈമാണ്. നമ്മൾ പറയുന്ന പോലെ ബിലിറുബിൻ ഒന്നുമല്ല, അതായത് എൻസൈമുകളുണ്ട്. അപ്പോൾ അത് നോക്കാം. രണ്ടാമത്തെ അൾട്രാസൗണ്ട്, പറ്റുകയാണെങ്കിൽ ഫൈബ്രോ സ്കാൻ. മൂന്നാമതൊരു ടെസ്റ്റും കൂടെ ചെയ്യണമെങ്കിൽ ഫൈബ്രോ സ്കാൻ. അപ്പോൾ നമ്മുടെ ലിവറിൻ്റെ സ്റ്റിഫ്നെസ്സും ഫാറ്റും അറിയാൻ പറ്റും. ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ടെസ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യണം, അതായത് ഷുഗർ, കൊളസ്ട്രോൾ, അതൊക്കെ അതൊക്കെ യൂഷ്വൽ ചെയ്യണം. അത് ചെയ്യുമ്പോൾ കാരണം ഇതെല്ലാം റിസ്ക് ഫാക്ടറാണ്, BP, കൊളസ്ട്രോൾ, ഷുഗർ, വെയിറ്റ് എല്ലാം. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണം ഒരു ഹൈപ്പോ കാലോറിക്, അതായത് ഒരുപാട് എനർജിയുള്ള ഭക്ഷണം കഴിക്കാണ്ട് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, ഭക്ഷണം നമ്മൾ നോക്കുക. അങ്ങനെ ചെയ്തിട്ട് ഇത്രയും ടെസ്റ്റ് ചെയ്താൽ ഒരു ഇയർലി വൺസ് ചെയ്താലും മതി, എല്ലാം നോർമലാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. കാപ്പി ഭയങ്കര നല്ലതാണ് ലിവറിന് എന്ന് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണമുണ്ട്. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അത് വിശ്വസിക്കണോ വേണ്ടയോ? വിശ്വസിക്കണം. കാപ്പി നല്ലതാണോ? കാപ്പി നല്ലതാണ്. കാപ്പി എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കോഫിയാണ്, പാൽ കാപ്പി അല്ല. പാൽ കാപ്പി അല്ല. നമ്മൾ ഷുഗറും ഇല്ല, ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ കട്ടൻ കാപ്പി, ശരിക്ക് കയ്പുള്ള നല്ല കട്ടൻ കാപ്പി. അതെ അതെ, അതും അധികം പാടില്ല. അപ്പൊ അത് എത്ര കഴിക്കാം, എങ്ങനെ കഴിക്കാം? സ്റ്റഡീസ് പറയുന്നത് 2 to 3 cups ആണ്. 3 cupsന് മുകളിൽ ആണെങ്കിൽ എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അത് പല പല കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, അതായത് ലിവറിൻ്റെ സ്റ്റിഫ്നെസ് കൂടെ, ഫൈബ്രോസിസ് പോകുന്നത്, സിറോസിസ് ഒക്കെ പോകുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഫാറ്റി ലിവർ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ആൽക്കലൈൻ, ALT അല്ലെങ്കിൽ ALT എന്ന് പറഞ്ഞ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കും ബ്ലാക്ക് കോഫി കുടിച്ചാൽ. 2 തൊട്ട് 3 കപ്പ് വരെ. 3 കപ്പിന് മുകളിൽ കുടിച്ചാൽ വീണ്ടും സിറോസിസ് പേഷ്യൻ്റെ അകത്ത് ലിവർ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. ഇത് പ്രൂവൺ ആണ്. അത് അവർ ചെയ്തേക്കുന്നതൊക്കെ വെസ്റ്റേൺ സ്റ്റഡീസാണ്. അവർ യൂസ് ചെയ്തേക്കുന്ന ബ്ലാക്ക് കോഫിയാണ്. അതിൻ്റെ അകത്ത് പാലില്ല, പഞ്ചസാരയില്ല. അപ്പോൾ അവർ കുടിക്കുന്ന ഒരു 200-300 അവരുടെ ഒരു കപ്പിൻ്റെ അളവ് വെച്ചിട്ടാണ് അവർ പറയുക. ഒരു കോഫി മഗ് ഉണ്ടല്ലോ, ഫാറ്റി ലിവറിന്റെ തുടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ലിവർ സിറോസിന്റെ തുടക്കമുള്ള ആളുകൾ ഒരു ദിവസം 3 to 4 cups ഓഫ് കാപ്പി, കട്ടൻ കാപ്പി വിത്തൗട്ട് മധുരം, 3 മതിയോ? 3 കപ്പ് കാപ്പി വിത്തൗട്ട് മധുരം, വിത്തൗട്ട് പാല് കുടിക്കുന്നത് നല്ലതാണ്. ലിവർ ക്യാൻസറെ തടയാം. 2 കാര്യങ്ങളാണ് ലിവർ ക്യാൻസർ. ഒന്ന് കോഫി, ഫാറ്റ് ലിവർ ഉള്ളവരും സിറോസിസ് ഉള്ളവരും കോഫി കുടിക്കുക. പിന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ. ഹെപ്പറ്റൈറ്റിസ് B സിറോസിസ് ഉള്ളവരോ അല്ലെങ്കിൽ ഫാറ്റ് ലിവർ ഉള്ളവർ, ഇപ്പം എന്താ പറയുക, എല്ലാ പോപ്പുലേഷനിലും ആർക്കും ഹെപ്പറ്റൈറ്റിസ് B കിട്ടും. അത് ബ്ലഡിലൂടെ പകരുന്നതും ഒരു അസുഖമാണത്. ഇപ്പോൾ ഗവൺമെൻറ് വാക്സിനേഷൻ പ്രോട്ടോക്കോളിൽ തന്നെ പിള്ളേർക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ കുറച്ചും മുതിർന്ന ജനറേഷൻ അത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ആർക്കും എടുക്കാവുന്ന ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. അല്ല, ഞാൻ ചോദിച്ചാൽ ഏത് സമയം തൊട്ടാണ് കുട്ടികളുടെ വാക്സിനേഷൻ ലിസ്റ്റിൽ ഈ വാക്സിൻ വന്നിട്ടുള്ളത്? 2003 തൊട്ടാന്ന് തോന്നുന്നു. 2003 തൊട്ട് അവർ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങി. 2005-6 ആ സമയം 2010 തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അവരുടെ വാക്സിനേഷൻ ലിസ്റ്റിലുണ്ട്. അപ്പൊ 2010 മുന്നേ ഉള്ള ഞങ്ങളെ പോലുള്ള കുട്ടികൾ ഇപ്പൊ പോയി എടുക്കാവോ? എടുക്കാം. ആണോ? ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതലും അമ്മേന്ന് മക്കളിലോട്ട് പകരാം. പല രീതിയിൽ പകരാം. സെക്ഷൽ റൂട്ടിൽ പകരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ പകരാം, ബ്ലഡ് റൂട്ട് വഴിയാണ് വരിക. അപ്പോൾ അമ്മയിൽ നിന്ന് മക്കൾ വരെ വരുന്നത് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ഫാമിലിയിൽ പലർക്കും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവാം, നമുക്ക് അറിയില്ലാവില്ല. ചില സമയത്ത് ഈ വൈറസ് ലിവറിനകത്ത് കയറിയിരിക്കും. ഈ ജന്മന കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ലിവറിന് അത് പുറത്തെ ഒരു സാധനമായിട്ട് മനസ്സിലാവില്ല. അത് ടോളറൻസ്, നമ്മുടെ ആളാന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യില്ല, അത് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. പക്ഷേ ഒരു 20 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് സിറോസിസ് ആയിട്ട് വരാം. സിറോസിസ് ആയില്ലെങ്കിലും വിത്തൗട്ട് സിറോസിസ് തന്നെ ലിവർ ക്യാൻസർ ആയിട്ട് വരാം. ഇങ്ങനെയുള്ള ഈ 2 റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മളിത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻറ്റ് മദേഴ്സിന് ഇപ്പോൾ നമ്മൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യും ഗവൺമെൻറ് സ്കീമിൻ്റെ ഭാഗത്ത്. അപ്പോൾ പ്രഗ്നൻറ്റ് മദറിൽ നമ്മൾ സാധാരണ പിക്ക് ചെയ്യും. ആ സമയത്ത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. മക്കൾക്ക് ജനിച്ച ഉടനെ വാക്സിനേഷൻ കൊടുക്കാം, ആൻറ്റിബോഡി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒരു രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാം. രണ്ടാമത്തേത് വാക്സിൻ വെച്ചിട്ട് പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ റൂട്ടിലുള്ള ട്രാൻസ്മിഷൻ, ഹോർസോൺ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പൊതുവെ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് നമ്മുടെ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടായി ഒരേ സമയം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ രോഗം നമ്മുടെ ഇവിടെ ഇല്ലാണ്ടാവും. അതായത് ഇന്ത്യയിൽ ഒരു മോഡറേറ്റ് പ്രിവലൻസ് ഉള്ള സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് B, അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ 3 തരത്തിലുള്ള. അപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം ഉള്ളതാണ്. അതായത് 100 പേരെടുത്ത് അതിൻ്റെ അകത്ത് 3 തൊട്ട് 5 വരെയാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ പോസിറ്റീവാണ് ഹെപ്പറ്റൈറ്റിസ് B. അപ്പോൾ നമ്മളത് വാക്സിൻ എടുക്കേണ്ട, പ്രിവെൻറ്റ് ചെയ്യേണ്ട സാധനമാണ്. സിറോസിസും ക്യാൻസറും പ്രിവെൻറ്റ് ആവും. ആസ് എ പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എടുത്ത ആളുകൾക്ക് ലിവർ ക്യാൻസർ വരില്ല. അങ്ങനെയല്ല, ഹെപ്പറ്റൈറ്റിസ് B കാരണമുള്ള ലിവർ ക്യാൻസർ വരില്ല. ഹെപ്പറ്റൈറ്റിസ് B വൈറസ് കാരിയർ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി വരുന്നത്. ഇപ്പൊ അമ്മയുടെ കേസ് പറഞ്ഞല്ലോ, അമ്മ ത്രൂ കുട്ടിക്ക് കിട്ടുന്നു. അച്ഛന്മാർക്ക് അല്ലെങ്കിൽ വീട്ടില് ഇപ്പൊ അച്ഛനോ അമ്മയ്ക്കോ ലിവർ സിറോസിസ് വന്നിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് അവരുടെ മക്കൾക്ക് ലിവർ സിറോസിസ് വരാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി. അത് നമ്മൾ കാരണം നോക്കണം, എന്തുകൊണ്ടാണ് സിറോസിസ് വന്നത് നോക്കണം. ഇപ്പോൾ ഈ അമ്മയും അച്ഛനും പറഞ്ഞുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് B അതിൻ്റെ അകത്തൊരു കാരണമാണ്. ഫാമിലി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B വൈറസ് കാരണമാണ് വന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിലും അതായത് ബാക്കിയുള്ള നമ്മുടെ ഫാറ്റി ലിവർ കാരണം നമ്മൾ പറയുമല്ലോ, സാധാരണ ഫാറ്റി ലിവർ, വെയിറ്റ് കൂടി, അതിനൊക്കെ പല ജീൻസ് ഉണ്ട്. നമുക്ക് കോമൺലി ടെസ്റ്റ് ചെയ്യാവുന്ന തന്നെ 3 ജീനുണ്ട്. PNPLA3 എന്നൊക്കെ പറഞ്ഞ ജീനുകളുണ്ട്. അപ്പോൾ ആ ജീനുകളൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അത് ഉള്ളത് കൊണ്ട് അത് വരണമെന്നില്ല, പക്ഷേ റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫാറ്റി ലിവർ ഇതേപോലെ ഫാമിലിയിൽ ഓടാം.
പിന്നെ ഫാമിലി റൺ ചെയ്യുന്നതാണ് വിൽസൺ ഡിസീസ് പോലത്തെ ജനറ്റിക്, അതായത് ലിവറിന് സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്, അത് വരാം. അപ്പോൾ നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വൈറസിനെ റൂൾ ഔട്ട് ചെയ്യുക, പിന്നീട് ഈ ഫാറ്റി ലിവർ ആണോ നോക്കുക, പിന്നെ ജനറ്റിക് കോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇച്ചിരി റെയറാണ്, ഇന്ത്യയിൽ എന്നാലും ഉണ്ട്, പക്ഷേ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കണം, കാരണം അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ് ചെയ്യാവുന്ന സാധനം ആൽക്കഹോളിക്കാണ് ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടർ. ഈ പറഞ്ഞ ജീനുകളൊക്കെ ഉള്ളവർ ആൽക്കഹോൾ കുടിച്ചാൽ ബാക്കിയുള്ള ഒരാൾ കുടിക്കുന്ന അത്രയും കുടിക്കണമെന്നില്ല. അബ്സല്യൂട്ട്ലി ആൽക്കഹോൾ ലെവൽ ഇല്ല കേട്ടോ, ആൽക്കഹോൾ ലെവൽ സേഫ് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഡയലോഗാണത്, അവൻ ഇത്ര കാലം ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ഇല്ലല്ലോ, ഞാൻ എന്താ ഉപയോഗിച്ചാൽ കുടിച്ചിങ്ങനെ നടക്കുന്ന ഒരാളാണ്, അയാൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്നത് 10-70 ജീൻ ഉണ്ട്, അതിനകത്ത് 3 ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാത്ത ഒരു 150 ജീൻ വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നോളജ് ഭയങ്കര ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ പറയുന്ന സ്റ്റഡി എല്ലാം ഒരു പോപ്പുലേഷനെ വെച്ചിട്ടാണ്, ഒരാളെ വെച്ചിട്ടല്ല. ഒരു 100 പേരെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് 90 പേർക്ക് വന്നു എന്നാണ്. നമ്മൾ 90-ലാണോ 100-ലാണോ ഏതാണെന്ന് നമുക്കറിയില്ല. വേറെ തെറ്റിദ്ധാരണയാണ്, അമിതവണ്ണമുള്ളവർക്ക് മാത്രമേ ഫാറ്റി ലിവർ ഉണ്ടാവുള്ളൂ. അതെ, അതുകൊണ്ടാണ് ഈ ഫാറ്റി ലിവറിൻ്റെ ഇപ്പം ടെർമിനോളജി മാറ്റിയത്. ന്യൂവർ ടെർമിനോളജി മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്നാണ്, മാഷ് എന്നാണ് അതിന് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ MASLD എന്ന് പറയും. ഇപ്പോൾ 100 ഫാറ്റി ലിവറിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേര് ലീനായിരിക്കും, മെലിഞ്ഞവരായിരിക്കും. ശരിക്കും ലീൻ ഫാറ്റി ലിവർ എന്നാണ് ഇതിൻ്റെ വിളിക്കുക, ലീൻ നാഷ് അല്ലെങ്കിൽ ലീൻ മാഷ് എന്നിപ്പോൾ വിളിക്കും, അങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും ഒരു റിസ്ക് ഫാക്ടറുള്ള എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 20-25 വയസ്സ് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ ചെക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ത്യയിൽ 30% വെയിറ്റ് നോർമലായിരിക്കും, BMI നോർമൽ ആവാം. പക്ഷേ ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ, ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഓവർ വെയിറ്റ് ഉള്ള ആൾ, അതായത് കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുന്ന അമിതവണ്ണമുള്ള ഒരാൾ, ഈ ബാരിയാട്രിക് സർജറി ഉണ്ടല്ലോ അത് ചെയ്യുന്നത് ഇതുപോലെ ഫാറ്റി ലിവർ പോലെ അല്ലെങ്കിൽ വേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഓവർ വെയിറ്റ് കാരണം വരുന്ന ഡിസീസസ് കുറയ്ക്കാൻ സഹായിക്കും. ഫാറ്റി ലിവർ എന്ന് പറയുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ വെയിറ്റ് നോർമൽ ആണെങ്കിൽ തന്നെ ഒരു 3% വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ തിരിയും. അതായത് നോർമൽ വെയിറ്റ് ഉള്ള ആൾക്ക് ഫാറ്റ് ലിവർ വരാൻ സാറ് പറഞ്ഞില്ലേ, മനസ്സിലായി. അപ്പോൾ അവർ തന്നെ ഒരു 3% വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഫാറ്റ് ലിവർ കുറയും. ബാക്കിയുള്ളവരൊരു 5-10% വരെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ കുറയും. അപ്പോൾ ബേരിയാട്രിക് സർജറി എന്ന് പറയുന്ന സാധനം എന്തായാലും വെയിറ്റ് കുറയ്ക്കും. വെയിറ്റ് കുറയുന്ന വഴി ഫാറ്റ് ലിവറും കുറയും. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പോയ വെയിറ്റ് അത് വരാണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് പോവാം. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട്, അതുവഴി വെയിറ്റ് കുറയ്ക്കാം, സർജറി വഴി വെയിറ്റ് കുറയ്ക്കാം, എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാം. എങ്ങനെയാലും വെയിറ്റ് കുറയ്ക്കുമ്പോഴാണ് ഫാറ്റ് ലിവർ. ലിവർ ക്യാൻസറിന് ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ലിവർ ക്യാൻസറിന് പലതരത്തിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് എളുപ്പത്തിലുള്ള ചെറിയ സാധനങ്ങളൊക്കെയാണെങ്കിൽ നമുക്കത് കരിച്ച് കളയാൻ പറ്റും. അബ്ലേഷൻ എന്ന് പറയും. അത് മൈക്രോവേവ് കൊടുത്തിട്ട് ചൂടുകൊണ്ട് കളയാം, അല്ലെങ്കിൽ റേഡിയോ വേവ്സ് കൊടുത്തിട്ട് കരിക്കാൻ പറ്റും. ഇച്ചിരൂടെ സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ, അതായത് നമ്മൾ ആർട്ടറി കൂടെ രക്തക്കുഴലിൽ കൂടെ പോയിട്ട് അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യും. അതായത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത് പോലെയാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ആക്ച്വലി തുറക്കുക ചെയ്യുക, ഇത് നമ്മൾ അടയ്ക്കുക ചെയ്യുക. അത് ക്യാൻസറിലേക്ക് പോകുന്ന ക്യാൻസറിൻ്റെ ഭക്ഷണം ആണല്ലോ ബ്ലഡ്, ആ രക്തഓട്ടം നമ്മൾ നിർത്തുക, ഫുഡ് കൊടുക്കാണ്ടിരിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ക്യാൻസറിൻ്റെ ബീഡ്സും ഉണ്ടാവും, കുറച്ച് മരുന്ന് അത് വേറെ എവിടെയും ചെല്ലില്ല, ലോക്കലായിട്ട് ആക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അടുത്ത CT എടുത്ത് നോക്കും, അത് കരിഞ്ഞോ നോക്കും, അങ്ങനെ കരിക്കാൻ പറ്റും ഇച്ചിരി വലിയ സൈസ് ആണെങ്കിൽ. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ലിവർ ഓക്കെ ആണെങ്കിൽ ഈ ലിവർ നമുക്ക് സർജറി ചെയ്തെടുത്ത് കളയാൻ പറ്റും. ഈ ക്യാൻസർ അത് സർജറിയുടെ ഭാഗമായി പോയി, പക്ഷേ എന്നാലും അങ്ങനെ അതെടുത്ത് കളയാൻ പറ്റും. പിന്നെ ഇതൊന്നുമില്ല, ഇച്ചിരൂടെ അഡ്വാൻസ് സ്റ്റേജസ് ആണ്, സ്പ്രെഡായി അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈസിൻ്റെ അകത്ത് വരില്ല, ട്രാൻസ്പ്ലാന്റിന് ഫിറ്റ് ആവില്ല, അങ്ങനെയൊക്കെയുള്ള കാൻഡിഡേറ്റ്സ് വരും. ബാക്കി ലിവർ ഫംഗ്ഷൻ ചിലപ്പോൾ നോർമലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മരുന്നുണ്ട്. അപ്പോൾ അത് 2 തരത്തിലുള്ളത്. ഒന്ന് ഇമ്മ്യൂണോ തെറപ്പി എന്ന് പറയും, അതായത് നമ്മൾ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് ആ ഇമ്മ്യൂൺ സെൽസ് പോയിട്ട് ക്യാൻസറിനെ അങ്ങോട്ട് കൊല്ലും. അതിന് ഇമ്മ്യൂണോ തെറപ്പി എന്ന് പറയും. അപ്പോൾ ഇമ്മ്യൂണിറ്റി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് ഇഞ്ചെക്ഷൻസ് ആണ്. നമ്മൾ മറ്റേ കീമോതെറപ്പി പോലല്ല, മുടി കൊഴി അങ്ങനത്തെ സൈഡ് എഫക്ട്സ് അല്ല. അപ്പോൾ ഇമ്മ്യൂണോ തെറപ്പി അത് കൊടുക്കാം. അതില്ലാതുണ്ടെങ്കിൽ അതിന് മോസ്റ്റ്ലി അതിന് ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് വരിക, ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് വേറെ ടാബ്ലറ്റ്സ് ആയിട്ടുണ്ട്. ആ ടാബ്ലറ്റ്സ് ഈ പറഞ്ഞ പോലെ മുടി കൊഴി അങ്ങനത്തെ ടാബ്ലറ്റുകളല്ല, അതിന് വേറെ സൈഡ് എഫക്ട്സ് ഉള്ള, ഇവിടെ അൾസർ വരിക, കയ്യിൽ അൾസർ വരിക, വയൽ അങ്ങനത്തെ സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ടോളറേറ്റ് ചെയ്യും ആൾക്കാർ, സാധാരണ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അത്ര എഫക്റ്റീവ് അല്ല. നേരത്തെ പറഞ്ഞാൽ ലിവർ ക്യാൻസർ കാരണം അങ്ങനെ വലിയ പ്രശ്നം വരില്ല. ബാക്കിയുള്ള ലിവറിൻ്റെ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ അതുവരെ ഓക്കെ ആയിരിക്കും. ആ ബാക്കിയുള്ള ലിവറിൻ്റെ ഫംഗ്ഷൻ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വരാണ്ട് അതിന് മുന്നേ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ ആളെ കിട്ടുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്.